നമ്മള് പോണം നേപ്പാളില്. നേപ്പാളിലാ? നേപ്പാള് കാഠ്മണ്ഡു ഡാൻസ് ബാർ പൊളിക്കും. ഈ സംഭവം പൊളിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? നമ്മള് നേപ്പാളിൽ അവൻ ഇവിടെ പോയി തപ്പും. എടാ അത് നമുക്ക് കണ്ടുപിടിക്കാം. അവന് ഫോട്ടോ ഇല്ലേ, പേരറിയാൻ പാടില്ലേ? നമ്മക്ക് പോകാന്ന്. എടാ കൊച്ചു കള്ള, എടാ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകോട്ടാ. നീ ഇത് പിടിക്ക്. ഒരു പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ഭാഷ. അതെ, നിനക്ക് ഹിന്ദി അറിയാല, എനിക്ക് ഹിന്ദി ഇംഗ്ലീഷും അറിയാം. പിന്നെ 100 കണക്കിന് ടൂറുകൾ പോയി തഴക്കവും പഴക്കവും തഴമ്പും വന്ന ഞാൻ കൂടെയുള്ളപ്പോൾ ഭയം എന്തിന് ബാഹു? എടാ 30 ദിവസത്തിനുള്ളിൽ ലോട്ടറി സബ്മിറ്റ് ചെയ്താൽ ഈ പ്രൈസ് മണി കിട്ടൂല. എന്തിനാ 30 ദിവസം? ഒരു മിനിറ്റ്. എവിടെ നേപ്പാൾ എന്ന് പറഞ്ഞാൽ? നേപ്പാൾ എന്ന് പറഞ്ഞത് ഇത്രേ ഉള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞ 30 ദിവസം എന്തിനാണ്? 30 മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ഞാൻ ഉറപ്പായിരുന്നു. എടാ വേറെയും പ്രശ്നമുണ്ട്. ഇനി എന്താ പ്രശ്നം? എടാ പോകാനുള്ള കാശ് വേണ്ടേ? 5ന്റെ പൈസ കയ്യിലില്ല. ആകെയുള്ള നുള്ളിപ്പറക്കിയിട്ടാണ് നീ ആ സാധനം വാങ്ങിയത്. പോകാനുള്ള കാശ് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ആ ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നേന്. എടാ വാകേറിയ ദൈവം സ്റ്റിച്ചിട്ട് തരാതിരിക്കൂല. അല്ല, എര തരാതിരിക്കൂല. വഴിയുണ്ടാകും. അലക്സാണ്ടർ അവൻ്റെ കാശ് മേടിച്ചോട്ട് വേടാ. ശരി മുതലാളി. ആ നീയായിരുന്ന പണിയെടുക്കടാ. ഹൗസോ ഹൗസോ എവറാ എൻ്റെ മുതലാളി? അവിടെ എങ്ങനെ കാണും? ഇറങ്ങി വാടാ ഹൗസോ. നീയായിരുന്ന? എന്താടാ ഒരു പുച്ഛം? എന്തിനാടാ പാവം കോഴികളെ പേടിപ്പിക്കണ്? കോഴികളെ മാത്രല്ല, അന്നെയും പേടിപ്പിക്കാനാ വന്ന്. വേണ്ടി വന്നാ തീർക്കാനും. എന്താ തീർക്കടാ? തീർക്ക്. അവൻ്റെ കാശുണ്ടായിരുന്നപ്പോ അവൻ എനിക്ക് തന്ന്. എൻ്റെ കാശുണ്ടായ ഞാൻ തിരിച്ചു കൊടുക്കും. അത് എവിടുത്തെ മര്യാദയാണോ? എന്റെ മൊലാളിന്റെ അടുത്ത് പൈസ ഇറന്ന് വാങ്ങിയപ്പോ എന്താ പറഞ്ഞ്? ക്രിസ്മസ് ആണ്, 2 ലോഡ് കോഴി ഇറക്കി കഴിഞ്ഞാൽ ഇരട്ടി ലാഭം കിട്ടും, അത് കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചു തരാന്ന്. എന്നിട്ട് 5 മാസമായി. എന്നിട്ട് ചറ്റവർത്താനം പറയണ പന്നിയെ. കാശ് ഞാൻ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. തരും. എപ്പ തരും? കാശാവുമ്പോ തരും. നീ പോയാ കടൽ കൊള്ളക്കാരനോട് പറഞ്ഞേക്കടാ. കൊളക്കോഴി നിങ്ങളെ വാപ്പ. പോടാ. പോറ്റൊന്ന് വേണ അളിഞ്ഞ ചാളി നടന്നവനാ. നീ കൂട്ടിക്കിടക്കണ കോഴീനെ പിടിച്ച് കഴുത്ത് കടിച്ച് ഈ പാട്ടറായിട്ട് പിടപ്പിക്കണ പോലെ നിന്നെ നിന്റെ വീട്ടിൽ കയറി കൊരക്കിന് പിടിച്ചിട്ട് മൊനമ്മ കിടപ്പുറത്തുകൊണ്ട് കഴുത്തി വെച്ച് പൊട്ടിക്കും ഞാൻ. അറിയൂടാ? മുട്ടിന്റെ ചേട്ടയ്ക്ക് നോക്കി പൊട്ടിക്കും മൊലാളി. പൊട്ടിക്ക്. ശരിക്കും പൊട്ടിക്കും. കണ്ട കാശ് ഇപ്പൊ വരും. നീ നോക്കിക്കോ. കാശ് വരും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ വരൂല. നീയൊക്കെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെ. ഇത് കണ്ടോ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആത്മഹത്യാ കുറിപ്പാണിത്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ നീ മാത്രമായിരിക്കും അതിന് ഉത്തരവാദി. എന്റെ ശവം നിന്നെ കൊണ്ട് ഞാൻ തീറ്റിക്കും. ഇന്നടാ ഫോട്ടോ സാറ്റ് കൊണ്ടായി വായിക്കടാ. ഒറിജിനല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മുതലാളി, ഇതാണ് ആത്മഹത്യക്കുറിപ്പ്. ഇയാളെങ്ങനെ ആത്മഹത്യ ചെയ്താ മുതലാളി അകത്താവും. കുബേരക്കുള്ള സമയ. തൽക്കാലം 2 പഞ്ച് ഡയലോഗ് അടിച്ചു കൊടുത്ത് മുങ്ങ. നാളെ 10 മണിക്ക് ഇവൻ വരും. തീർത്തേക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർക്കും. നാളത്തേക്ക് ബാക്കി ഉണ്ടാവോ? മുതലാളി ഇന്ന് വണ്ടി ഞാൻ ഓടിക്കട്ടെ. സ്റ്റിയറിംഗ് തൊട്ട കൊല്ലും ഞാൻ. ഡോറ് തുറക്കടാ. കോഴിക്കോട് നിന്ന് മീൻ പിടിക്കാൻ വന്ന ബോട്ട് കൊച്ചിയിലെടുത്തപ്പം ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു കയറാമെന്ന് വിചാരിച്ച ഞാൻ തിരിച്ചു കയറാൻ നോക്കിയപ്പം 10-250 ബോട്ടിൻ്റെ ഇടയിൽ ഞാൻ വന്ന ബോട്ട് ഏതാണെന്ന് മനസ്സിലാവാതെ പകച്ചു നിന്നു. അപ്പം മുതലാളിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡ്രൈവിംഗ് അറിയെങ്കിൽ കൂടെ കുടിക്കുമെന്ന്. അന്ന് മുതൽ മുതലാളിൻ്റെ നിഴൽ പോലെ ഞാൻ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിൻ്റെ സ്റ്റയറിംഗ് ഒന്ന് തൊടാൻ മുതലാളിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടോ? അതിനൊക്കെ ഒരു സമയമുണ്ടാ.
എനിക്കുണ്ട് മുതലാളി, ഇങ്ങനത്തെ വണ്ടിക്ക് ഓടിക്കാൻ ആഗ്രഹം. ആശയ്ക്ക് ഒരാളെ വേണം ജാക്സാ. പറഞ്ഞപ്പാ ഇവനോ എന്താ ഉടായ്പായിട്ട് വരിക? എന്താണ്ടാ പീറ്ററെ, ഇന്ന് ടൂറൊന്നും പോയില്ലേ? ഒരു മുട്ടൻ ടൂറുള്ള പുറപ്പാടിലാണ് ഞങ്ങള്. പിന്നെന്തിനാണ് ഇവിടെ കിടന്ന് വട്ടം ചുറ്റുന്ന പൊക്കൂടെ? പരിഞ്ഞപ്പനെ കാണാമെന്നാണ് പരിഞ്ഞപ്പ. എന്നെ ആ എഞ്ചിന് ഇത് ബേബി, നമ്മുടെ ദേവസ്യാൻ കോ ലോട്ടറിക്ക് നടത്തണ. ബേബിനെ പിന്നെ എനിക്കറിയാൻ പാടില്ലല്ലോ. കഴിഞ്ഞ ശനിയാഴ്ചത്തെ കാരുണ്യ ലോട്ടറിയുടെ സമ്മാനേ ഇവനടിച്ചത് 80 ലക്ഷം രൂപ. പേപ്പറിലൊക്കെ ഉണ്ട്. മുതലാളി പേപ്പർ വായിക്കേ. അലക്സാണ്ടർ ഏട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. കാശ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഉപദേശം ചോദിക്കാൻ വന്നാണോ? അതും വേണം, അല്ലാണ്ട് എന്ത്? അതല്ല, ചെറിയൊരു പണി കിട്ടി. പണിയാ? എന്ത് പണി? അലക്സാണ്ടർ ഏട്ടാ, എൻ്റെ കടയിലേ ഒരു നേപ്പാളി പണിക്ക് നിൽക്കണ്ടായി. അപ്പോൾ അവൻ അർജന്റായിട്ട് നാട്ടിലേക്ക് പോയി. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ അവൻ കൊണ്ടുപോയി പൊതി മാറിപ്പോയി അല്ലേ? ആ പൊതിയിലായിരുന്നു ഇവന് പ്രൈസ് അടിച്ച ലോട്ടറി ഇരിക്കണത്. അത് മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകാന്ന് വിചാരിച്ച് നിൽക്കണത്. അതിനിപ്പോ ഞാൻ എന്ത് വേണം? പറഞ്ഞപ്പാ ജസ്റ്റ് അവിടെ തുറന്ന് പോകണം. ഈ പൊതി അവനെ ഏൽപ്പിക്കണം. ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തണം. അവന്റെ അച്ഛനെ അമ്മനെ കാണണം. ചോദിക്കുന്നു, ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. എല്ലാം ഓക്കെ, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, പോയിട്ട് വാ. എല്ലാ മംഗളങ്ങളും നേരുന്നു. ശുഭയാത്ര. അതെ. പറഞ്ഞപ്പ അങ്ങനെയല്ല ചേട്ടാ, കുറച്ച് കാശ് കടന്നു തരണം. നേപ്പാൾ വരെ പോകാനാ. പക്ഷെ വെറുതെ വേണ്ട, പലിശ തരാം. അല്ലെങ്കിൽ അലക്സാണ്ടർ വെറുതെ ആർക്കും കാശ് കൊടുക്കാറില്ല. നല്ല പലിശ മേടിക്കും. പക്ഷെ ഇത് നടക്കൂല. അയ്യോ അങ്ങനെ പറയല്ലേ പറഞ്ഞപ്പാ, അല്ലെങ്കിൽ ഇവന് ലോട്ടറി. അല്ല, ലോട്ടറി കാശ് കിട്ടി ഉടനെ തിരിച്ചു തരാം. എടാ, ഞാനിപ്പോ അങ്ങനെ ആർക്കും കാശ് കടം കൊടുക്കാറില്ല. കച്ചവടക്കാർക്ക് മാത്രം. അത് ഡെയിലി കളക്ഷൻ, റിസ്ക് ഇല്ല. ഇവനും കച്ചവടക്കാരനാണ്. ലോട്ടറി കച്ചവടം. ലോട്ടറി ഒരു കച്ചവടാ. ഇത് ശരിയാകൂലടാ. എനിക്ക് ഇച്ചിരി പിരിവും കൂടെ ഉണ്ട്. ജാക്സാ, ബുക്ക് എടുത്തോ. ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറടാ. പലിശ എത്ര വേണമെങ്കിലും തരാം. പൈസ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. 80 ലക്ഷം കിട്ടാനുള്ളത്. പറഞ്ഞപ്പ പലിശ എത്ര വേണമെങ്കിലും തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ അങ്ങോട്ട് പോയിട്ട് നാളെ വരാൻ പറ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, മുതലാളി ആലോചിച്ചിട്ട് നാളെ പറയാന്ന് പറയാൻ പറഞ്ഞു. ഓക്കെ പറഞ്ഞപ്പാ. അത്രയ്ക്ക് ആവേശം വേണ്ട, ആലോചിക്കാന്നേ പറഞ്ഞുള്ളൂ. ഇന്ത്യയും കൂടി ഒരു സപ്പോർട്ട് വേണ്ടി വരും. വേണോട്ടാ. നടക്കോടാ, നടക്കും. ഇവൻ മുടക്കുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എന്താണ് ജങ്കാറ് കണ്ടിട്ടില്ലേ? നീ എന്താടാ കാണണമെന്ന് പറഞ്ഞത്? വീട്ടിലിരുന്നിട്ട് അവള് തലക്കുളി തന്നെ ഇല്ലെന്നേ. ഭയങ്കര ഒച്ചപ്പാടുമ്പോളോ. എന്തു പറ്റി? ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവളൊന്നും കൊണ്ടുപോയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ നേപ്പാളിൽ പോകുമ്പോഴേ നമ്മുടെ കൂടെ അവളെയും കൊണ്ടുപോയി. അതിനിപ്പ എന്താ, അവളും പറ്റേ. അവക്കൊരു ട്രിപ്പ് ആവല്ല. പരിഞ്ഞപ്പനോട് ഇത്തിരി കാശ് കൂടുതൽ ചോദിക്കണം. നമ്മൾ പലിശ കൊടുക്കൂലേ? അതൊന്നും ശരിയാവില്ലടാ. ഞാൻ ഒരു കണക്കിന് അവളെ പറഞ്ഞ് സമാനിപ്പിച്ചിട്ടുണ്ട്. ബേബി, ബേബി, എന്താടാ ബേബി തുറന്നേടാ. പോ. അതല്ല, ഇത് എനിക്ക് വേണ്ടി വിട്ടിയതല്ല. നീ നോക്കിയേ. ഇന്നലെ എന്താണ്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ വെളുപ്പിനെ കിടക്കപ്പായി വന്ന് പൊക്കി. പരിഞ്ഞപ്പനെ നമുക്ക് ആവശ്യമുള്ള കാശ് തരാന്ന് പറഞ്ഞെന്ന്. പക്ഷെ പുള്ളിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷൻ? എന്ത് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, കാശ് ഞാൻ തരാം. പക്ഷെ നിന്റെ കൂടെ ഞാനും വരും. ഈ കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവാൻ അതാണ് നല്ലത്. സമ്മതിച്ചു. രണ്ടാമത്തെ കണ്ടീഷൻ, ചെലവാകണ കാശിന്റെ ഇരട്ടി എനിക്ക് തിരിച്ചു തരേണ്ടി വരും, എന്റെ ചെലവ് ഉൾപ്പെടെ. അതും സമ്മതിച്ചു അല്ലടാ? എടാ, കൂടി വന്നാൽ 1-2 ലക്ഷം രൂപ ചെലവാകും. 4 ലക്ഷം തിരിച്ചു കൊടുക്കണം. 80 ലക്ഷം പോണക്കാട്ടി നല്ലല്ലേ? ആലോചിച്ച് സമയം കളയാനൊന്നുമില്ല. നീ ഉറപ്പിക്കേ. പറയടാ. ഞാൻ പറയണം. നീയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടോട്ട് നീ സഹായിക്കാന്ന് വിചാരിച്ചപ്പാ നിനക്കൊക്കെ തള്ളിപ്പ്. എന്റെ പാട്ടി തരും കാശ്, ഞാൻ പോണാണ്. അല്ലല്ല, ഞങ്ങൾ സമ്മതിച്ച്. ചേട്ടാ, എനിക്കൊരു 10,000 രൂപ അഡ്വാൻസ് തന്നെ. ഐശ്വര്യമായിട്ട് കൊടുക്ക്. എല്ലാം ഞാൻ പറ്റില്ല എഴുതും. എഴുതിക്കോ. എഴുതിക്കോ. ഇപ്പൊ തന്നെ 20,000 രൂപയില്ലേ? ഇങ്ങനെ കാശുണ്ടാക്കാൻ പോണ ഒരു കള്ളൻ. ശരി. അഡ്വാൻസ് ഇവിടെയും ചെലവൊക്കെ ഇല്ലേ? ഇതിട്ടാണ് തുടങ്ങണത്.
എന്തായി മുതലാളി, അവന്മാര് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട് ഞാൻ ആരാ മോൻ? പിന്നെ മുതലാളി, ആ ഇവര് പെട്ടെന്ന് ലോട്ടറി കൊണ്ടുവന്നാ അടുത്ത ഫ്ലൈറ്റിൽ കയറി മുതലാളി മോനമ്പത്തേക്ക് പോരേണ്ടി വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹൗസോന്റെ കേസിൽ അകത്തും പോകും. ഇവരെ കയ്യിൽ നിന്ന് അധികം പലിശ വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് മുതലാളി മാക്സിമം ലാഗ് ചെയ്യിപ്പിക്കണം. ഓക്കെ ജാക്സൺ. മുതലാളി, ഹൗസോന്റെ ബോഡിയെ ആരുടെ? നമുക്ക് ഇയാളെ അറിയേ ഇല്ലല്ലേടാ ജാക്സ. എന്തോരം കോഴിയുണ്ടായ മനുഷ്യനാണ്. ഒരു ചിക്കൻ കാല് പോലും കൂടെ കൊണ്ടുപോകാൻ പറ്റിയ പുള്ളിക്ക്. ഒന്ന് മുണ്ടാണ്ടിരിക്കടാ. അതെ ചേട്ടാ, അത് പൊക്കോട്ടെ. ചേട്ടാ ഒന്ന് വണ്ടി വിട്. ആ വണ്ടി എയർപോർട്ടിൽ എത്താൻ വൈകണ്ട. അത് ശരിയാണ്. എല്ലാ ട്രാവൽസ് മുഴുവൻ തലങ്ങും വിലങ്ങും വിളിച്ചിട്ടാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. നീ ഫ്ലൈറ്റ് മിസ്സാക്കണ്ടേ? എടാ പീറ്ററെ, ആ എടാ ലോട്ടറി അവനെ അടിച്ചോണ്ട് പോയാന്നുള്ളത് അലക്സാണ്ടർ ഏട്ടനോട് പറയണോ? എനിക്കെന്തോ പേടിയോലെ. നീ എന്ത് വർത്താനാണ് ഈ പറയണത്? ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്ന് പടി വതുക്കി നിൽക്കുമ്പോഴേ ഈ വർത്താനം പറയണത്. അയാൾക്ക് ഭ്രാന്താവൂട്ടാ. നിനക്ക് ആ ലോട്ടറി കൊണ്ടുപോയി നേപ്പാളിനെ കണ്ടുപിടിച്ചാ പോരെ? അതിനുള്ള വഴി ഞാൻ ഏറ്റി. ഉറപ്പാണ്? ഏറ്റാ സൂക്ഷിച്ച് സോഫ്റ്റ് ആയിട്ട്. ജാക്സ, വണ്ടി വീട്ടിൽ കൊണ്ട് ഷെഡിൽ കൊണ്ടിട്ടേക്കണം. പിന്നെ അവിടെ വരെയുള്ള കിലോമീറ്റർ എത്രയാന്ന് വിളിച്ച് പറയണം. കണക്കിൽ എഴുതാനാ. അതുപോലെ ഞാൻ തിരിച്ചു വരുന്നവരെ വണ്ടിമേ തൊട്ട് പോരുത്. എവിടെയെങ്കിലും പോണെങ്കിൽ നടന്നു പോയാൽ മതി. സ്റ്റോപ്പ്. നിനക്കിരിക്കട്ടെ പൊന്നാടാ. താങ്ക് യു. എന്റെ മോന്ത കണ്ട നാട്ടുകാർ അപ്പം കടം ചോദിക്കും. അതാ തോർത്തിട്ടത്. നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് കേട്ടടാ. വേറെന്ത് വിചാരിക്കാൻ? നേപ്പാൾ ടാസ്കി 900 അപ്പോൾ ഇരട്ടി 1900. आप इसे कहीं देखा है? देखो. ഇതാണ് തമേൽ. തമേൽ കാഠ്മണ്ഡുവിലെ പട്ടായ സുഖവാസ കേന്ദ്രം. ഭയങ്കരമായ പ്രലോഭനങ്ങൾ ഉണ്ടാവും. പക്ഷെ പരിഞ്ഞപ്പം വീഴരുത്. എന്റെ കാര്യം നോക്കണ്ട, ഞാൻ വീഴും. ഷോട്ട്. ആളെ കിട്ടിയടാ. ആരെ കിട്ടിയാന്ന്? അല്ലേട്ടാ, അവന്റെ വീട്ടിലേക്കുള്ള വഴി. എന്താ വഴി അറിയാൻ പാടില്ലേ? വഴി അറിയാം, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ നമ്മുടെ KCB-കാരല്ലേ, അവര് കുഴി കുത്തിയിട്ടേക്കണ. KCB-കാരാ? അപ്പൊ സമയം കുറെ എടുക്കും. പണിതോട്ടെ. സമയം എടുത്ത് നന്നായിട്ട് പണിതാ മതിയായിരുന്നു. പക്ഷെ കുഴപ്പമില്ലട്ടാ, നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം. എന്ത് വഴി? നീ ഇപ്പൊ എന്ത് ചെയ്യോടാ? പരിഞ്ഞപ്പാ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു നേപ്പാളി ചായ കുടിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഫോളോ മീ. ചായ മാത്രമുള്ള കടി ഉണ്ടോ? ചിലപ്പോ കടിക്കേണ്ടി വരും. അത് എഴുതാനാണ്. അതൊക്കെ അവിടെ പോയിരുന്നിട്ട് എഴുതി പോക്കറ്റിലിട്ടെ. വാ. എവിടെ ഇത് എന്ത് വലിയ കടയടാ, നമുക്ക് വല്ല ചെറിയ കടയിൽ പോയപ്പോരെ? ശരിയാണല്ല. ഇവിടെ സാധാരണ മണിച്ചേരന്റെ ചായക്കടയിൽ പോയി 10 രൂപയുടെ ചായ കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് വല്ല ലാഭം ഉണ്ടാ? 10 രൂപയുടെ ചായ കുടിച്ചാൽ 20 രൂപ കിട്ടും. അതേസമയം നമ്മൾ ഇവിടെ വന്ന് 200 രൂപയുടെ ക്യാപ്പിച്ചിന് കുടിച്ചു കഴിഞ്ഞാൽ പരിഞ്ഞപ്പന് 400 രൂപ കിട്ടൂലേ? അതും ശരിയാണല്ല. എന്റെ പൊന്നു പരിഞ്ഞപ്പാ, ഒന്ന് സൂക്ഷിച്ചിങ്ങോട്ട് നടക്ക്. പരിഞ്ഞപ്പന് ജീവൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ജീവിതമുള്ളൂ. അങ്ങനൊന്നും ഞാൻ വീഴൂലടാ. കമന്തുകൂടെ കാപ്പണമെന്ന് കേട്ടിട്ടില്ലേ? അതാ അലക്സാണ്ടർ എനം. എടാ സോമ, വെള്ളം കുറച്ചൊരു 3 ചായ. അതെ, 3 ചായ. അങ്ങനെ മാപ്പ് നോക്കി പറയാം. ഏതാടാ മഹർഷി? ഞാൻ ഉള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. നമ്മളിപ്പോ ചായ കുടിക്കാൻ വന്ന സ്ഥലം കാഠ്മണ്ഡുവിൽ ഇവിടെ ഇട്ട് വരും. നീ ഒന്ന് മാപ്പ് മടക്കി വെച്ചടാ. വേറെന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. എന്താണ്ടാ? അല്ല, അങ്ങോട്ട് പോകാനുള്ള വഴി
എടാ അങ്ങോട്ട് പോകാനുള്ള വഴി KCB നന്നാക്കിക്കൊണ്ടിരിക്കണല്ലേ, അവര് നന്നാക്കി കഴിഞ്ഞിട്ട് പോയാ പോരെ. എന്തായാലും ലോട്ടറി അവിടെ ഉണ്ടല്ലോടാ. സാധനം അവിടെ ഉണ്ടല്ല, ആ. പക്ഷെ ലേറ്റ് ആവൂലേ? പരിഞ്ഞപ്പന്റെ ബിസിനസ് കിടക്കാറാവൂലേ? എന്റെ വിധി. ഞങ്ങൾക്ക് വേണ്ടി പരിഞ്ഞപ്പൻ എന്തിനാ ഈ നഷ്ടമൊക്കെ വരുത്തി വെക്കണത്? ഞങ്ങൾക്ക് കുറച്ച് കാശ് തന്നിട്ട് പരിഞ്ഞപ്പ പോയിക്കോ, ഞങ്ങൾ പുറകെ വന്നോളാം. അല്ലടാ? എനിക്ക് കുറച്ച് നഷ്ടമൊക്കെ വരും, എന്നാലും നിങ്ങളുടെ ഈ ഇടപാടുണ്ടല്ലോടാ, അത് ഞാൻ നികത്തിക്കൊള്ളാം. നീയൊക്കെ ഒന്ന് അറിഞ്ഞ് ചെലവാക്കിയാ മതി. ഈ കൂലിക്കും ഞങ്ങോട്ട് വേണം. ചേട്ടാ ഒരു മിനിറ്റ്. ഇങ്ങ് വന്നെടാ. എടാ അവനെ കണ്ടുപിടിക്കണ്ടേ? ഞാൻ നിന്നോട് ചോദിക്കാനിരിക്കണായിരുന്നു, നമ്മയോടെ പോയി തപ്പോന. ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അവന് തപ്പാം. കാഠ്മണ്ഡു മുഴുവൻ കറങ്ങി അടിച്ചു നടന്നവൻ തപ്പാം, വിത്ത് മ്യൂസിക്. അല്ലടാ മൊത്തേ? എന്റെ കിളി പോട്ടല്ലേടാ. നീ ഒന്ന് പോടാ. നീ ഒന്ന് ക്ഷമിക്കടാ. നീ എന്നോടൊരു കോപ്പം പറയണ്ട. പരിഞ്ഞപ്പൻ എവിടെ? ഇരിപ്പ് കണ്ടിട്ട് എന്താ ദുരുദ്ദേശം ഉണ്ടല്ലോ. ഇയാള് പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? എന്നെ പിന്നെ തല്ലാൻ നിക്കണായിരിക്കോ? വന്നേ. ചിലപ്പോ ഊബർ വിളിച്ചിട്ട് വെയിറ്റ് ചെയ്യണായിരിക്കും അല്ലേ? നേപ്പാള. എന്താടാ ഞാൻ പോയില്ലേന്ന് ചോദിക്കണില്ലേ? പരിഞ്ഞപ്പൻ ഞങ്ങൾ വിട്ടിട്ട് പോലും എനിക്കറിയായിരുന്നു. നിന്നെ കിട്ടിട്ട് പോകാൻ പറ്റാഞ്ഞിട്ടല്ല, എനിക്ക് വഴിയറിഞ്ഞിട്ടാണ്. ചേട്ടാ കാണിച്ച പോക്കരത്തിലാണെന്നറിയാ. ക്ഷമിക്ക്, പറ്റിപ്പോയി. ചേട്ടന്റെ കാശ് ഞാൻ തരും, അതിപ്പോ ലോട്ടറി കിട്ടിയിട്ടില്ലെങ്കിലും. 8 ലക്ഷം രൂപ കമ്മീഷനായിട്ട് കിട്ടും. എന്റെ വീട് ജപ്തിയായാലും കുഴപ്പമില്ല, ചേട്ടന്റെ കാശ് ഞാൻ തന്നിരിക്കും. പക്ഷെ എന്നെ പറ്റിച്ചു പോയാലല്ലേ, അവൻ എനിക്ക് പിടിക്കണം. അതിപ്പോ എന്റെ ഒരു വാശിയാ. നിന്റെ വാശി തീർക്കാൻ എന്റെ കീശയിലെ കാശ് തന്നെ തീർക്കണം അല്ലടാ. എന്റെ പരിഞ്ഞപ്പ ഇതിന്റെ ഇടയിൽ പലിശ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനീ പണിക്കുന്നത്. എന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പീലാസ് മോൻ. ചേട്ടാ ചേട്ടന്റെ കാശ് പോവില്ല, ഞാൻ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. എന്റെ മനസ്സ് പറയുന്നുണ്ട് അവൻ എനിക്ക് കിട്ടും. ആ മനസ്സ് പറയുന്നത് എനിക്ക് കേൾക്കാം. ഒറ്റ കീറും. 2 ദിവസം സമയം ഞാൻ തരും. അതിനുള്ളിൽ അവനെ കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ പോവും. നീയൊക്കെ വരും. സമ്മതമാണെങ്കിൽ മാത്രം മുമ്പോട്ട്. സമ്മതമാണ്. കഴിഞ്ഞ ഞങ്ങൾ കട്ടക്ക് കൂടെ ഉണ്ട്. എഗ്രിമെന്റ് ഒതുക്കിയല്ല, എല്ലാ പ്രശ്നം തീർന്നല്ല. എന്ത് തീർന്നു? ഒരു പ്രശ്നവും തീർന്നില്ല, അത് തുടങ്ങണേ ഉള്ളു. നമ്മൾ ഒരുമിച്ച് തപ്പുന്നു അവനെ. എന്താണ്ടത്? ഇവിടെ മറ്റേ ഐറ്റം ഡാൻസ് ഒക്കെ ഉണ്ടെന്നാ കേട്ടേക്കണത്. ഐറ്റം ഡാൻസാ? നൃത്തങ്ങൾ. എങ്കിൽ ആദ്യം അവിടെ തന്നെ തപ്പാ. ഇതല്ലേ भाई यही वही कितना टाइम? 1 hour extra time extra cash. ഇതങ്ങടെ കൊടുത്തിന് എന്തിട്ട് നോക്കാനായിട്ടാണ്. എന്റെ പരിഞ്ഞപ്പ ഇത് വില പിടിപ്പുള്ള ടൈമാണ്, വെറുതെ വെള്ളമൊക്കെ തീർക്കരുത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചെല്ല്. എനിക്ക് പടം ഒന്നും നോക്കണ്ട, എനിക്ക് പച്ച മതി. ഹായ്, പുരാന आदमी है, ओल्ड पीस, कुछ नहीं मालूम, एक्सपीरियंस है. हाय हाय, आपका नाम? शबीना. आपका नाम? एलिना. പോയില്ലേ? ആന്തോറ്റി നീ വന്നേ. അതെ, ഞാൻ അവിടെ ചെന്ന് അവളോട് എന്ത് മുണ്ടും, എനിക്ക് ഭാഷ അറിയില്ലല്ല. സ്നേഹത്തിന് ഈ കാര്യത്തിൽ ഒറ്റ ഭാഷകൾ പറഞ്ഞപ്പ സംസ്കൃതം പോയങ്ങള് ചെല്ലാൻ ഞാൻ 10 അടിക്കോട്ടാ. ഇയാളെന്ത് പറഞ്ഞപ്പോഴാണ്? ഹായ്. മലയാളിയാണല്ലേ? അതെ. എന്റെ അച്ഛൻ മലയാളി, അമ്മ നേപ്പാളി. ആണോ? കേരളത്തിൽ എവിടെയാണ് അച്ഛന്റെ വീട്? സ്ഥലം അറിയില്ല. എന്താ അച്ഛന്റെ പേര്? അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ. പിന്നെ നീ വിളിച്ചാലോട്ട് വരാൻ കൂർക്കകൾ നിന്റെ അളിയന്മാരല്ലേ? അതിലൊരുത്തൻ എന്റെ അളിയനായി. അവനെ വിളിച്ചോട്ട് വാടാ. ശരിക്കും അതാണ് ഹായ് ഹജൂർ, സംശയം ഉണ്ടോ? അതെ, ഈ അപ്പുക്കുട്ടൻ ശരിക്കും എനിക്കറിയാം. എന്റെ അപ്പൻകുട്ടി നാട്ടിലേക്ക് വന്ന കുട്ടിയുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വന്നോടാ. നീ ഇത് എവിടെ പോയി കിടക്കണായിരുന്നു? ഇവിടെ എന്താ പരിപാടി? എടാ, ഐറ്റം ഡാൻസ് പകുതിയായി കഴിഞ്ഞപ്പോ പരിഞ്ഞപ്പന് ചെറിയൊരു പരവേശം. എന്തിന്? അതെ, പ്രായത്തിന്റെ പരാധീനതയൊക്കെ ഉള്ള ആളാണല്ല. മാത്രമല്ല കള്ളി പൊളിഞ്ഞ പിന്നെ പുള്ളിക്ക് നമ്മളോട് ചെറിയൊരു ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പണി നടത്തി. പുള്ളിയുടെ മനസ്സിലേക്ക് ഞാൻ ഒരു ആഗ്രഹത്തിന്റെ വിത്ത് വാങ്ങി. പുള്ളി അതോടെ വളപ്പിച്ചിട്ടിരിക്കുകയാണ്.
എടാ നമ്മളിവിടെ വന്നെന്തിനാണ്? എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ച് ലോട്ടറി ആയിട്ട് തിരിച്ചു പോകാനല്ലേ? ഇപ്പൊ തന്നെ 6 ദിവസം കഴിഞ്ഞ്, ഇനി ആകെ 24 ദിവസമുള്ളൂ. ഇന്ന് പകല് മുഴുവൻ തെണ്ടി കിടന്ന് അന്വേഷിച്ചല്ലേ, ഇനി രാത്രി എവിടെ പോയി അന്വേഷിക്കാനായിട്ടാണ്? എടാ നീയല്ലേ പറഞ്ഞത് 30 മണിക്കൂർ കൊണ്ട് അവനെ കണ്ടുപിടിക്കുന്നു? ആ ഇതും അന്വേഷണത്തിന്റെ ഭാഗമല്ലേ? ഞാനിവിടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കട്ടെ. ഇപ്പൊ അപ്പുക്കുട്ടന്റെ മോളക്കണ്ടല്ലേ, ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ. എനിക്ക് പ്രാന്ത് പിടിക്കണ്ട്. പോയി പരിഞ്ഞപ്പനെ വിളിച്ചോടാ. പരിഞ്ഞപ്പനെ ഈ അവസ്ഥയിൽ വിളിച്ചാ ശാപം കിട്ടും. പോയി വിളിയടാ. എന്താടാ നേപ്പാളിൽ വന്നപ്പോ നിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലോ. നീ ഭയങ്കര പാവർന്നിട്ടാ. പോടാ. പരിഞ്ഞപ്പനെ വിളിച്ചോളാം. പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ വിളിക്കണേ. പുറംകടലിൽ പോണൊരു ബോട്ടുണ്ട്, മോനമ്പം പെർഫെക്ഷൻ്റെ ഒരു കടയുണ്ട്, 3 മീൻ തട്ടുണ്ട്, പച്ചാളം വടുതല കുണ്ടന്നൂര്, CC ഇല്ലാത്തൊരു കാറുണ്ട്, വീടുണ്ട്, ഒരു തോക്കുണ്ട്, വീട്ടിലൊരു പെണ്ണില്ല. ഞാൻ നിന്നെ കെട്ടട്ടെ? ഇതെനിക്ക് ശാപം കിട്ടുമെന്ന് തോന്നുന്നു. പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ, അവൻ സമ്മതിക്കല്ലേട്ടാ. ഇതെവിടെയാണ്, ഏത് റൂമിലാണ്? പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പാ, പരിഞ്ഞപ്പോയ്, പരിഞ്ഞപ്പോയ്. चल आजा। नहीं नहीं, अरे जाइए सर, अच्छा माल है। मैं शादीशुदा हूँ, मुझे एक बीवी है। तो क्या हुआ, देखिए ना कितना अच्छा माल है। चल जा, 2 बीवी है फिर भी साला। मार लो तो। तुम्हारा नाम क्या है? बेबी। तो यहाँ क्यों आए हो? इसे ढूंढने आया था, वीर शर्पा। वीर सरपा? सरपा ഒന്നേ പറഞ്ഞപ്പോ ഞാൻ പറയണമെന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിനക്കൊക്കെ ജീവിതമുള്ളതെന്ന് പറയട്ടെ. എന്റെ ജീവനാണ് അവളെ, അവളെ ഇട്ടിട്ട് പറയാൻ എനിക്ക് പറ്റൂല. നിന്റെ പരിചയമാണ് അവള്. പരിഞ്ഞമ്മേ, ആ പരിഞ്ഞപ്പനെ സൈക്കോർത്താണ് നീ പറയണത്. ഞാൻ അവക്ക് ചട്ടുവിളിക്ക് തൊട്ട് വാക്ക് കൊടുത്തു. നാശം കയ്യും പുള്ളി. ഏത് ഭാഷയില്? സ്നേഹത്തിന്റെ ഭാഷയില്. ഇങ്ങ വന്നേ കളിക്കണ വന്നേ. എടാ അവള്, എടാ എന്റെ പെണ്ണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു അമ്മാനെ കെട്ടിച്ചു തരാം. പ്ലീസ്, കാല് പിടിക്കാം. എടാ, എനിക്ക് ഇവള് മതി. धन्यवाद। टेंशन मत लो। ഇതിനിടയ്ക്ക് ഇവനാരെ വളച്ചോണ്ടിരിക്കണ. അവന് നിനക്കൊക്കെ എന്തോ ആകാല. എന്റെ പെണ്ണ് അവള്. ठीक है मैं चलती हूँ। എന്താ സംഭവം? നീങ്ങ വന്നേ, എടാ, ബേബി. ഒരു സംഭവം ഉണ്ട്. അതിനെക്കാട്ടി വലിയ സംഭവം ഉണ്ട്. പരിഞ്ഞപ്പന്റെ മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണം വിളിക്കാൻ നടക്കണ നല്ല പെണ്ണാടാ. എന്റെ ആർത്തികാരനുണ്ടല്ലോ നമ്മളല്ല. ഗൂർക്കകളുടെ ഇടി കൊണ്ട് നാട്ടിൽ പോയിട്ട് സെക്യൂരിറ്റി പണി പോലും എടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വന്നേ. എടാ അതല്ല, ഒരു കാര്യം ഉണ്ടെന്ന്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ പറയാം. വന്നേ. പറഞ്ഞേക്ക്. എടാ, എന്നെ അവള് പറഞ്ഞപ്പോ മൈനയാടാ. സീരിയസ് ആയിട്ടുള്ള കാര്യം നിന്റെ പറയുന്നത്. മൈന. ചില ഗ്രഹണി പിടിച്ച പിള്ളേര് എനിക്ക് അവളെ വേണം. എടാ, എന്ത് കാ- പരിഞ്ഞപ്പനാണെന്ന് ഞാൻ നോക്കൂലട്ടാ. എന്റെ മൈനയാണ് അവള്. പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയും മൈന, പരിഞ്ഞപ്പ. എന്ത് കാണിക്കണത്? മൈന, ഞാൻ വരും മൈന, നിന്നെ കൊണ്ടുപോവാൻ. അതെ, ഞാൻ ഇപ്പൊ പറഞ്ഞ ഹിന്ദിയിൽ എന്തെന്നാ? मैं आऊंगा तुझे ले जाऊंगा। മൈന, मैं आऊंगा, तुझे ले जाऊंगा. അമ്മയാണ് സത്യം എന്നുള്ളതിനാ. माँ कसम, माँ कसम। മൈന, മാ കസം, മൈന, മാ കസം. നീ ഇനി ഇവിടെ നിന്ന് ഹിന്ദി പറഞ്ഞു കൊടുക്കാൻ ഇടികൊണ്ട് തൂറൂട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. मैं जाऊंगा, तुझे जाऊंगा. എന്റെ മൈന. അതിനല്ല വന്നേട്ടാ. മൈന, मैं जाऊंगा, तू ले जा. നല്ല സമയത്ത് പെണ്ണും കെട്ടൂല മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. മാ കി കസം, മൈന, മാ കി കസം. मैं ले जाऊंगा. നിനക്ക് ഞാൻ